വേഗം വരുന്നവരായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 365 വർഷം ജീവിച്ച ഹാനോക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 23-ാം വാക്യം. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. നമ്മുടെ ദിനങ്ങൾ കർത്താവിന്റെ കരങ്ങളിലാണ്. നമുക്ക് ആയുസ്സും നല്ല ആരോഗ്യവും ഈ ലോകത്ത് ജീവിക്കാനുള്ള ശക്തിയും നൽകുന്നത് കർത്താവാണ്. എല്ലാ വർഷവും തന്റെ നന്മയാൽ കിരീടമണിയുന്നത് അവനാണ്. അവന്റെ പാതകൾ സമൃദ്ധമായി ഒഴുകുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഈ വർഷത്തെ നിന്റെ നന്മയാൽ കിരീടമണിയുന്നു, നിന്റെ പാതകൾ സമൃദ്ധിയാൽ ഒഴുകുന്നു എന്ന്. ഇത് സങ്കീർത്തനം 65-ാം അധ്യായം 11-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. ഹാനോക്കിന്റെ 365 വർഷത്തെ ജീവിതത്തിന്റെ പിന്നിലെ നിഗൂഢത എന്താണ്? ഒരു വർഷത്തിൽ 365 ദിവസങ്ങളുണ്ട്. അതിൽ പൂർണ്ണമായും പൂർണ്ണതയുമുണ്ട്. ഹാനോക്കിന്റെ ഭൂമിയിലെ ജീവിതം പൂർണ്ണമായപ്പോൾ അവൻ മരണം കാണാതെയിരിക്കാൻ കർത്താവ് അവനെ ഏറ്റെടുത്തു. നമ്മൾ വസിക്കുന്ന ഭൂമി 2 പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്നു. അത് സ്വയം ചുറ്റുന്നു, അത് സൂര്യനെ ചുറ്റുന്നു. ഭൂമി ഒരു പ്രാവശ്യം സ്വയം ചുറ്റാൻ ഒരു ദിവസം എടുക്കും. എന്നാൽ സൂര്യനെ ചുറ്റാൻ കൃത്യമായി 365 ദിവസം വേണം. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിൽ പല ഉയർച്ച താഴ്ചകളിലൂടെ സഞ്ചരിക്കുന്നു. കൂടാതെ നിരവധി പ്രശ്നങ്ങളും സമരങ്ങളും അഭിമുഖീകരിക്കുന്നു. എന്നാൽ നീതിയുടെ സൂര്യനായ ദൈവത്തിന്റെ നേർക്ക് കണ്ണും നട്ട് നടക്കുകയാണെങ്കിൽ അവന്റെ അന്ത്യം സന്തോഷകരമായിരിക്കും. ഒരു വിശ്വാസിയുടെ ജീവിതം ഉയർന്ന പർവ്വതം പോലെയാണ്. മലയുടെ അടിവാരത്ത് വലിയ ബഹളവും സമരവും ഉണ്ടായേക്കാം. എന്നാൽ പർവ്വതത്തിന്റെ മുകളിൽ നീതിയുടെ സൂര്യന്റെ മഹത്വവും പ്രസന്നമായ ഒരു ശോഭയുമുണ്ട്. അതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നുപോകുന്ന പോരാട്ടം എന്തു തന്നെയായാലും നിങ്ങളുടെ കണ്ണുകൾ നീതിയുടെ സൂര്യന്റെ മഹത്വമുള്ള മുഖത്ത് പതിഞ്ഞിരിക്കട്ടെ. ഹാനോക്കിന്റെ പ്രായം എന്തായിരുന്നു? 365 വർഷമായിരുന്നു? ഒരിക്കലുമല്ല. ഹാനോക്ക് മരണം കാണാത്തപ്പോൾ അദ്ദേഹത്തിന് 365 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുകയില്ല. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിനേക്കാൾ ശ്രേഷ്ഠമായ യാഗമർപ്പിച്ചു. അതിലൂടെ അവൻ നീതിമാനാണെന്ന് സാക്ഷ്യം നേടി. ദൈവം അവന്റെ ദാനങ്ങളെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ മരിച്ചിട്ടും അവൻ സംസാരിക്കുന്നു എന്ന് എബ്രായ 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. മരിച്ചെങ്കിലും ഹാബേൽ സംസാരിക്കുന്നു. എന്നാൽ ഹാനോക്ക് മരണം കണ്ടില്ല, തുടർന്ന് സംസാരിച്ചു. കർത്താവ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കൃപയോടെ നൽകുന്നു. അതിനാൽ എല്ലാ ദിവസവും അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുക. ദൈവത്തോടൊപ്പം നടക്കുക എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാകട്ടെ. ദൈവത്തോടൊപ്പം നടക്കാൻ പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. ദൈവമക്കളെ, നാം ഭൂമിയിൽ ചെലവഴിക്കുന്ന ദിവസങ്ങൾ സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ചെലവഴിക്കാൻ മഹത്തായ ദിവസങ്ങളുമായി താരതമ്യപ്പെടുത്താനാകില്ല. ശക്തിയാൽ നാം ഈ ലോകത്ത് 80 വർഷം മാത്രമേ ജീവിക്കുന്നുവെങ്കിൽ നാം സ്വർഗത്തിൽ നിത്യതയിൽ അവനോടൊപ്പം ജീവിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം യാക്കോബ് 4-ാം അധ്യായം 8-ാം വാക്യം. ദൈവത്തോടടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോടടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഹെസ്കേൽ 5, 6, 7 അധ്യായങ്ങൾ. വൈകുന്നേരം എബ്രായർ 12-ാം അധ്യായം. ആമേൻ.